ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതുവത്സര ദിനാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം പുതിയൊരു ദിവസത്തിൽ പുതിയൊരു തുടക്കമാട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ മത്തി കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. മത്തി മുളകിട്ടുണ്ട്, മത്തി പൊരിച്ചുണ്ട്, മത്തി ക്ലീനിങ് ഉണ്ട്. അപ്പം ഇന്ന് ഈ ഒരു റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ, മീൻ മേടിക്കുന്ന സമയത്ത് ഒരുമിച്ചിട്ടാണ് മീൻ മേടിക്കുക. അങ്ങനെ 1 കിലോൻ്റെ മേലെ മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് മത്തിയാണ്. അപ്പം അത് ചെറിയ കുഞ്ഞു മത്തിയാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും അതാണ് ഇഷ്ടം. വലിയ മത്തി അത്ര ഇഷ്ടമല്ല, കാരണം മുള്ളുള്ളതുകൊണ്ട് മക്കൾസിനെല്ലാം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മീൻ കിട്ടിയ പാടന്നെ ആദ്യം തന്നെ ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ വേറെ ആയിട്ട് വെക്കുക ചെയ്യുക. അപ്പം നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഞാൻ നല്ലോണം ഉപ്പിടുന്നുണ്ട്. അത് ഉപ്പിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലുള്ള പുളി നമ്മൾ പറയും, ആ മിനുസമുള്ളത് അത് നമുക്ക് നീങ്ങി കിട്ടും. അങ്ങനെ നാട്ടിലാണെങ്കിൽ കല്ലുപ്പിട്ടിട്ട് കുറച്ച് നേരം വെക്കും. അങ്ങനെ വെള്ളം ഒഴിക്കണമെന്നില്ല. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ മത്തി എന്നാ പറയുക, ചിലയിടത്ത് ചാളാന്നായിരിക്കും അല്ലേ പറയുക. ഞാനില്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ 2 തരത്തിൽ കട്ടിങ് കാണിച്ചു തരാം. അത് മത്തിക്ക് മാത്രമല്ല, എല്ലാ മീനും ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ തലയടക്കം എടുക്കുന്ന തരത്തിലും പിന്നെ നോർമലായിട്ടും എടുക്കാം. കത്രി കൊണ്ട് അതിൻ്റെ മേലത്തെ തൂളിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് പിന്നെ ഞാൻ വാലും ഭാഗമെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ഞാൻ തലയൊന്നും എടുക്കാണ്ടാണ് എടുത്തിട്ടുള്ളത്. തല എന്ന് വെച്ചാൽ കണ്ണ് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ എടുക്കുക. എനിക്കത് കാണുമ്പോൾ എന്തോ പോലെയാണ്. പണ്ടെല്ലാം ഉമ്മാമയെല്ലാം ഫുള്ള് എടുക്കും, കൊക്കടക്കം എടുക്കും, എന്നിട്ട് കറി വെക്കും. അതിൻ്റെ പൂവടക്കം എടുക്കും. അത് ഉപ്പാപ്പെല്ലാം കഴിക്കുന്നതാണ്. നല്ല രസമുണ്ടാവും അവരത് കഴിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ തുളിയെല്ലാം മാറ്റി വാലും ഭാഗം എടുത്തിട്ട് കണ്ട ഈ കൊക്കിൻ്റെ തൊട്ടുതായ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ അയലെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് പൊരിക്കൂലേ, ആ ഒരു ടൈമിനെല്ലാം ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് മീൻ വില കൂടിയിക്കേണ്ട ഒരു ഭാഗവും നമ്മൾ ഒഴിവാക്കൂല, അങ്ങനെയും മീൻ യൂസ് ചെയ്യും. പിന്നെ ഈ ഒരു മത്തി എന്ന് വെച്ചാൽ മക്കൾസിനെല്ലാം നന്നായിട്ട് പൊരിയണം. ഞാൻ ഇതിൽ മുന്നേ മത്തി വറ്റിച്ചത് തൊട്ട് മുന്നേ എല്ലാം ഇട്ടിട്ടുണ്ട്, അതും കഴിച്ചിട്ടുണ്ട് അവർ. കാരണം അത് നല്ല രസമുണ്ട്. പ്രത്യേക ഒരു മസാലയിലായിട്ട് എല്ലാവരും അല്ല, ഞാനത് ചെറുതിനെല്ലാം പൊളിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അവർ കഴിച്ചത്. അല്ലാണ്ട് ഒറ്റക്കൊന്നും ഇങ്ങനെ മീനൊന്നും അവർ കഴിക്കില്ല, ഇങ്ങനെ പൊളിച്ച് കൊടുക്കണം. അങ്ങനെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുമത്തി മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെള്ളം കൂടിയിട്ട് കഴുകുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. എന്നാലും മാത്രമേ അത് ഫുള്ളായിട്ട് നമുക്ക് ക്ലീനായി കിട്ടുള്ളൂ. ഇനി ഒട്ടും തൂളിയൊന്നും അതിൽ ഉണ്ടാവില്ല. നമ്മൾ തൂളി എന്നാ പറയുക, നിങ്ങൾ എന്നാ പറയാന്ന് പറയണേ. പിന്നെ ഇത്രക്കാരം മീൻ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലർ ഗ്ലൗസ് ഇടും. അങ്ങനെ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി മീനുണ്ടായിരുന്നു. ഈ വാങ്ങുന്ന സമയത്ത് ഇത് മാത്രമല്ല, വേറെ അയിലയാണെങ്കിൽ അയില, കൊഞ്ചന്, ചെമ്മീനില്ലേ, അതെല്ലാം ഒരുമിച്ച് മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്യുക. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. നന്നായിട്ട് വെച്ചാൽ 2-3 പ്രാവശ്യം കഴുകിയാൽ മതി. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ക്ലീനാക്കി കിട്ടും. അങ്ങനെ ഞാൻ ഇതെല്ലാം വേർതിരിച്ച് വെക്കും കേട്ടോ. ഇന്ന് ഞാനിത് ഫുള്ളൊന്നും എടുക്കൂല, ചെറിയ ബോക്സിലാക്കിയിട്ട് വേർതിരിച്ച് വെക്കുക ചെയ്യുക. ചിലർ മീനിട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഒഴിക്കുന്ന കാണാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ ചെയ്യുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കാരണം എനിക്കതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ടുന്ന മീൻ പൊരിക്കാനാണെങ്കിലും അങ്ങനെ വേർതിരിച്ച് ഫ്രീസറിൽ വെക്കും. അപ്പോൾ എനിക്ക് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം എനിക്ക് വേഗം അതെടുത്ത് 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം വേഗം നമുക്ക് മീൻ കറിയാണെങ്കിൽ മീൻ കറി, മീൻ ചാറ്, മീൻ പൊരിച്ച് അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ 2 ബോക്സിലാക്കിയിട്ടാണ് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനിയുള്ള പാർട്ട് എന്ന് വെച്ചാൽ മീൻ മുളകിട്ട കറിയും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മീൻ പൊരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ മീൻ മുളകിട്ട കറി എന്ന് വെച്ചാൽ നമ്മളെ നാടൻ സ്റ്റൈലാണ്. കണ്ണൂർ നമ്മളെ ഏരിയയിലുള്ള നാടൻ സ്റ്റൈലാണ്. ഈ 2.5 കഷ്ണം തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ട് പിഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ അധികം കാണിക്കുന്നില്ല. പിന്നെ ഞാൻ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ നാട്ടിലെ ഉമ്മാമ്മമാരെല്ലാം പണ്ട് മുതലേ ചെയ്തു വരുന്നത്. പിന്നെ വാട്ടിയിട്ടും വെക്കും. പക്ഷേ മത്തി ഇങ്ങനെ തന്നെയാണ് വെക്കൽ. അയിലയും ചെമ്മീനെല്ലാം വാട്ടിയിട്ട് വെക്കുകയും ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയും തക്കാളിയും ബാലൻസ് ചെയ്തിട്ട് വരണം. തക്കാളി ആണെങ്കിൽ നല്ല വെള്ളമുള്ള പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ. എന്നാലും മാത്രമേ നമുക്ക് പിഴിയുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് വാട്ടിയെടുക്കേണ്ടി വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇടുന്നില്ല, വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.25 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. ഇനി നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും 2 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
ഇനി നിങ്ങൾ നോക്കിയിട്ട് അതിൽ കൂടാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മത്തി വേഗം ആയി കിട്ടും കേട്ടോ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കണമെന്നില്ല. ഇതിലുള്ള മുളക് എന്ന് വെച്ചാൽ എരിവുള്ളതും എരിവില്ലാത്തതും ബാലൻസ് ചെയ്തിട്ട് ഇട്ടതാണ്. രണ്ടും ഒരേ അളവാണ്. ഇപ്പോൾ 1/2 കിലോന് എരിവുള്ളതാണെങ്കിൽ 1/2 കിലോ എരിവില്ലാത്തത് രണ്ടും കൂടി മിക്സ് ആക്കി എടുത്തതാണ്. ഇനി ഞാനിത് ഗ്യാസുമ്മൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് വറ്റുന്നുണ്ടോയെന്നൊന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് മീൻ പൊരിക്കൽ പരിപാടിയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി പോവാണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി മൊത്തത്തിൽ മസാല മിക്സ് ആക്കി എടുക്കണം. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 കുഞ്ഞുമത്തിയാണുള്ളത്. ഇനി ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. കറക്റ്റ് മസാലയാണ്, കൂടി പോയിട്ടൊന്നുമില്ല. ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന നോർമൽ മീൻ പൊരിക്കലാണ്. ഞാൻ ഇതിൽ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് മീൻ പൊരിക്കുക. മൂടി തുറന്നിട്ട് മീൻ മുളകിട്ട കറി ആയിക്കോന്ന് ഞാൻ നോക്കുന്നുണ്ട്. മീൻ മുളകിട്ട കറി എന്നല്ല നമ്മൾ പറയുക, വരട്ടിയെന്നാണ് പറയട്ടാ. മത്തി വരട്ടിയ, അയില വരട്ടിയ, അങ്ങനെയാണ് മുളകിട്ട കറിക്ക് പറയല്. അങ്ങനെ കുറേ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ തൂങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ കുണ്ടുള്ള പാനിൽ കടുക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയും അത് പൊട്ടി തീരുന്നതിൻ്റെ ഉള്ളിൽ ഉലുവയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് അങ്ങനെ തന്നെ വെച്ചിട്ട് തീ കൂടിക്കഴിഞ്ഞാൽ അതിൽ അടി തീ പിടിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇതിൽ മുന്നേ പറ്റിയതാണ്. ഫസ്റ്റ് ടൈം എൻ്റെ ഇടത്തെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടേനും തീ കൂടിയിട്ട്. പിന്നെ മെയിനായിട്ട് പാനിൽ വെള്ളം ഉണ്ടായിട്ട് നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റക്കെല്ലാം കഴിയുന്ന വീട്ടമ്മമാരെല്ലാം ഉണ്ടെങ്കിൽ. ഇനി നമ്മളെ മീൻ മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചെറിയൊരു പാനിൽ ഞാൻ മീൻ പൊരിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾസിനെല്ലാം നന്നായിട്ട് പൊരിയണം കേട്ടോ. എന്നാൽ അവർ ഒറ്റയ്ക്ക് തന്നെ കഴിക്കും. അല്ലെങ്കിൽ ഞാൻ പൊളിച്ചു കൊടുക്കേണ്ടി വരും, എനിക്കൊരു പണിയാവും. അപ്പം ഞാൻ ഇപ്പം ഫുള്ളായിട്ടാണ് പൊരിക്കുന്നത്. മത്തിയെല്ലാകുമ്പോൾ അങ്ങനെ ചെയ്യല്. അയിലയിലാകുമ്പം അവർക്ക് പൊളിച്ചിട്ട് കൊടുക്കാം, കുറച്ച് വലുതല്ലേ. അത് അവിടുന്ന് പൊരിയുന്ന ടൈം കൊണ്ട് ചോറ് വെന്തിട്ടുണ്ട്. അപ്പം ചോറ് ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചോറ് കോരുകയെന്ന് വെച്ചാൽ അരിപ്പയിൽ, നാട്ടിലാണെങ്കിൽ കഞ്ഞിക്കലം വെച്ചിട്ട് അടിച്ചീറ്റിന്ന് പറയും. ചോറ് ചെമ്പുന്ന എടുത്ത ഉടനെ അടിച്ചിട്ട് വെച്ചിട്ട് കഞ്ഞിക്കലത്തിൽ കുമ്പെടുത്തും ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടാണ് നമ്മൾ ചോറ് വാർക്കല്. ഇവിടെ ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യല്. ഇപ്പുറത്തെ സൈഡിൽ മത്തി ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു മകിൽ ചോറ് വാർത്ത വെള്ളം, കഞ്ഞിയും വെള്ളം എന്ന് പറയും, ആ ഒരു കഞ്ഞിയും വെള്ളം എനിക്കും മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ കുടിക്കുന്നതുകൊണ്ട് പിന്നെ മക്കൾക്കും കൊടുക്കലുണ്ട്. ഇത് നമ്മൾ ഉപ്പിട്ടതാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചോറിൽ ഉപ്പിടും. ചില സ്ഥലത്ത് ഉപ്പിടലില്ലാന്ന് തോന്നുന്നു. ലാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഓല് ഉപ്പിടൽ. അങ്ങനെ നല്ല കരകരാന്ന് പൊരിഞ്ഞിട്ട് മത്തി പൊരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കുഞ്ഞും മത്തി. വലിയ മത്തി ആകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. കുഞ്ഞും മത്തി ആകുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു പൊരിച്ച നെയ്യും ചോറിൻ്റെ മുകളിലെ അതിങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പരിപ്പിൻ്റെ കറിയും കൂടി ഉണ്ടായാൽ മതി. മത്തി ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ആ ഒരു ടൈമിൽ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്. നമ്മളെ നാടൻ സ്റ്റൈലുള്ള ഈ ഒരു കറി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ മീനൊന്നും വെന്തടിഞ്ഞ് പോകാണ്ട് കറക്റ്റ് അളവിൽ വേവ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പിച്ച് മീൻ റെസിപ്പിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂന്തൽ റോസ്റ്റ്, പിന്നെ അയില മുളകിട്ട കറി, അതിൽ മുന്നേ മത്തി വറ്റിച്ചത്, അങ്ങനെ കുറേ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അയക്കൂറ പൊരിച്ചിട്ട് ചാറ് വെച്ചിട്ടുണ്ട്. അതെല്ലാം കറി റെസിപ്പി എന്നും പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. മക്കളെല്ലാം ഭക്ഷണം കഴിച്ച് ഇനി ഞാൻ കഴിക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പപ്പടവും ഉണ്ട്, അച്ചാറും ഉണ്ട്, പരിപ്പ് കറിയും ഉണ്ട്. എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. ഞാനിവിടെ ഉപയോഗിക്കല് തഞ്ചാവൂർ പൊന്നി ബോൾഡ് റൈസാണ്. റോയൽ കിങ്, റോയൽ ചെഫ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് നെസ്റ്റോയിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ഉച്ചയൂൺ റെസിപ്പീസ് എന്നും പറഞ്ഞിട്ടും പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നാടൻ ഫുഡ്, കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പീസ്, അതിൽ തന്നെ ചായക്കടിയും ഉണ്ട്, പിന്നെ വ്ളോഗും ഉണ്ട്. കുറച്ച് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുള്ളൂ. അത് ഫുഡ് വ്ളോഗ്, പിന്നെ ട്രാവൽ വ്ളോഗ്, അങ്ങനെയെല്ലാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു മുളകിട്ട കാര്യങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.